അപ്പോൾ ഇന്ന് നമ്മൾ ചീരയും ചക്കക്കുരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ആക്കുന്നതിനേക്കാളും ഒരു വ്യത്യാസമായിട്ട് ആക്കാന്ന് വെച്ചിട്ടല്ലേ. എപ്പോൾ നമ്മൾ ചീര മാത്രമേ വെട്ടി വരുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം നമുക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുമ്പേ എല്ലാം പണ്ടെല്ലാം നമ്മൾ വെക്കുന്നതാണ് ചക്കക്കുരും ഈ ഇപ്പോൾ ചുവന്ന ചീരയാണ് എടുത്തിന്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത്രപ്പാട് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് പിന്നെ കഴുകി മുറിച്ചിട്ട് എടുക്കണം. അതുമാതിരി തന്നെ ചീരി നല്ല വൃത്തി കഴുകിയിട്ട് ചെറിയ നമുക്ക് തോരൻ അരിയുന്ന പോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് എടുത്തു വെക്കണം. ചീര എളുപ്പത്തിൽ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുറിച്ച് കിട്ടും. തോരന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചക്കക്കുരു ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ചക്കക്കുരു ആദ്യം വേവിക്കണം. ഇനി ചക്കക്കുരുവിന് കുറച്ച് വേവില്ലതുകൊണ്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചീര ഇടാം. പിന്നെ ചീരക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചീര വേവണ്ടേ, ഇനി അത് വേവട്ടെ. ചീര ഉപ്പേരി ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട്. ചീര ഉപ്പേരിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 3-4 എടുത്തിന്. പിന്നെ ഒരു 1/2 സ്പൂൺ വരെ കടുക് ഇടണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കത് വറുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള വറവായിട്ടുണ്ട് ഇടുന്നുണ്ട്.